അപ്പോഴേ ഇന്ന് ചെറിയൊരു പാർട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തത് ലോഡഡ് ഫ്രൈസാണ്, ബാക്കിയൊക്കെ ഓർഡർ ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കനാണ് കേട്ടോ വറുക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ ചിക്കൻ വറുക്കാൻ പുരട്ടി വയ്ക്കുന്നതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല, കാരണം അത് സിമ്പിളാണല്ലോ. കുറച്ച് ചിക്കൻ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി വേണ്ട കേട്ടോ, പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് സോയ സോസും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് പുരട്ടി റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതാ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുറച്ച് ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മളിതാ കുറച്ച് ഇട്ടിട്ട് ചിക്കൻ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നല്ല പോലെ ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് കേട്ടോ ഞാനിത് വറുത്ത് കോരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ പുരട്ടി വയ്ക്കുന്നതൊന്നും കാണിക്കാതെ, എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ വെറുതെ കുറച്ച് വീഡിയോ ലോങ് ആക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ബോൺലെസ് ചിക്കനാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ മൊരമൊരാന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്, നല്ലപോലെ വറുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2ാം ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ നല്ലപോലെ ക്രിസ്പി ആവുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ അതൊന്ന് വറുത്ത് കോരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ എണ്ണയിലൊന്നല്ല കേട്ടോ കോരി എടുക്കണത്. ഹെയർ ഫ്രയറിൽ കുറച്ച് പൊട്ടറ്റോ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലിങ്ങനെ വെറുതെ ഒന്ന് ഇറ്റിച്ച് കൊടുത്താൽ മതി, ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ചെയ്തെടുക്കാൻ പറ്റും. അല്പം ഉപ്പിട്ടാൽ മതി കേട്ടോ, ഒരുപാട് ഉപ്പൊന്നും വേണ്ട. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തോട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉപ്പ് കട്ട പിടിക്കും. അപ്പോൾ അതൊന്ന് മിക്സാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മതി കേട്ടോ. 15 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ പൊട്ടറ്റോ അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനേക്കുള്ള സോസ് റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ മയോണൈസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് പാസ്ത സോസ് പോലത്തെ ഒരു ഇതുണ്ട്, ക്രീമിയാണ്, നല്ല ടേസ്റ്റാണ്. അതും കുറച്ച് റെഡ് ചില്ലി അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനൊന്നും കണക്കില്ല കേട്ടോ, കണക്കൊന്നും എന്നോട് ചോദിക്കരുത്, കാരണം കൈക്കണക്കിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് കൂടി അതിലേക്ക് ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് പറയുകയാണെങ്കിൽ ഞാൻ ഒരു 1/2 കിലോ ചിക്കനാണ് കേട്ടോ നമ്മളെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണ് 2 വലിയ സ്പൂൺ മയോണൈസ്, 2 ടീസ്പൂൺ പാസ്ത സോസ്, കുറച്ച് റെഡ് ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പ് ഒരു 3 ടീസ്പൂണ്. ഇത്രയാണ് കേട്ടോ നമ്മളെടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി അവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും ഫ്രൈസൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഫ്രഞ്ച് ഫ്രൈസ്, കുറച്ച് ചിക്കൻ ഫ്രൈ, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ആ സോസ് ഒരു കുപ്പിയിലാക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു കാര്യം വിട്ടുപോയി കേട്ടോ, സോസിൽ മിക്സ് ചെയ്തപ്പോൾ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാര ചേർത്തിട്ട് സോസ് ഒന്ന് മിക്സ് ആക്കുമ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് സ്പ്രെഡഡ് ചീസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഗ്രേറ്റഡ് ചീസോ അല്ലെങ്കിൽ സ്ലൈസ് ചീസോ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും പൊട്ടറ്റോ ഇട്ട് കൊടുത്തു, ചിക്കൻ ഇട്ട് കൊടുത്തു, സോസ് ഇട്ട് കൊടുത്തു, പിന്നെ ചീസ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതും കൂടി ആയപ്പോഴത്തേനും നമ്മുടെ ലോഡഡ് ഫ്രൈസിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ചും കൂടി സോസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ സെറ്റ് ഇവിടെ. ഇനിയിപ്പോൾ ഇതൊന്ന് നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അത്ര മതി കേട്ടോ, നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ബേക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കിഡ്സ് പാർട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് പിസ്സ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ ലോഡഡ് ഫ്രൈസ്, പിന്നെ പാസ്തയുടെ ഒരു ബേക്കിങ്, അത് ഞാനിവിടെ തന്നെ ചെയ്തതാണ്. അപ്പോൾ അത് പിന്നെ ഒരു ദിവസം ഒരു വീഡിയോയിലായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ പാർട്ടിയുടെ വിഭവങ്ങൾ, പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല ഒരു വിഭവമായി. എന്നാൽ ശരി, പോയിട്ട് വരാം.